നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മയേട്ടാ, അങ്ങോട്ട് ചെന്നേ തീരുമെന്ന് അമ്മ നിർബന്ധം പറയുന്നു. സൗപർണയെ ഞാൻ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ അമ്പലത്തിലോട്ട് ചെല്ല്. ദേവിയുടെ മുമ്പിൽ ചെന്ന് തൊഴുത് കാര്യം പറ. ദേവി വഴി കാണിച്ചു തരും. ചെല്ല്. ദേവി, എൻ്റെ അമ്മയുടെ ആശങ്കകൾ പരിഹരിച്ച് അമ്മയുടെ ചിന്തകൾ നേർവഴിക്ക് നയിക്കണേ. അമ്മയ്ക്ക് ആശ്വാസം വരാനുള്ള വഴികൾ കാണിക്കണേ. മോനെ, ആ കുട്ടി അങ്ങനെ നിനക്കൊരു കൈത്താങ്ങാകൂന്ന് കരുതാനാകോ? നീ പോകാൻ ആഗ്രഹിക്കുന്നിടത്തൊക്കെ അവളെ കൊണ്ടുപോകാനാകോ? നീ ഒന്ന് വീണു പോയാ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാനാവോ? വിദ്യാമ്മേ, ഞാൻ കുറച്ചു മുമ്പ് ആ പോയ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കായിരുന്നു. കൂടെയുള്ളത് ആ പയ്യന്റെ ഭാര്യയായിരിക്കും. അപ്പോഴും അവരുടെ ഒരു സന്തോഷം, അതിനൊരു കുറവുമില്ല. ആ മനുഷ്യൻ ഭാര്യയുടെ കൈത്താങ്ങിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു വിദ്യാമ്മേ. വൈകല്യങ്ങൾ, പരാധീനതകൾ, അതിനെയൊക്കെ അവഗണിക്കാൻ ശീലിച്ചാൽ ജീവിതം സന്തോഷകരാവും. നമ്മൾ കുറവുകളായി കാണുന്ന കാര്യങ്ങൾ അതിനേക്കാളും കുറവുകളുള്ള ആളുകളുടെ മുമ്പിലെത്തുമ്പോൾ കുറവുകളേ അല്ലാതാവും. ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അതൊരു വലിയ കുറവായിട്ടല്ലേ കാണുന്നത്. പക്ഷേ 2 കണ്ണിനും കാഴ്ചയില്ലാത്തയാൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ജീവിതം ആസ്വദിക്കുന്നത് കണ്ടാൽ ആദ്യത്തെ കുറവ് ഒരു കുറവായേ കാണില്ല. എന്റെ ചോദ്യങ്ങൾക്കും എന്റെ അമ്മ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കും ഇപ്പൊ മറുപടിയായി. വീട്ടിലേക്ക് പോവാൻ ഇപ്പൊ എനിക്ക് ധൈര്യം വന്നു വിദ്യാമ്മ. നാട്ടിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് അല്ലേ? ആ, അമ്മ വിളിച്ചു. വലിയ ഭീഷണിയൊക്കെ നടത്തി. അമ്മ വിളിച്ചാൽ പോണം. ഇപ്പോ പോകും മുമ്പ് വീരഭദ്രസ്വാമി ഒന്ന് തൊഴുതിട്ട് പോകൂ. തുണ വേണമെന്ന് പറഞ്ഞിട്ട് പോകൂ. മൂകാംബികേ, മഹാമായേ, കാത്തോളണേ ദേവി. അമ്മേ മൂകാംബികേ ദേവി. ദേവിക്ക് മുമ്പില് വിളക്കൊളുത്തി പ്രാർത്ഥിച്ചു അല്ലേ?